കുട്ടികളിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് പല പാരന്റ്സിനും അറിയില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുണ്ടാണ് വയറിളക്കം. കുട്ടികൾ വയറിളക്കം തുടങ്ങി, കുട്ടി നല്ലപോലെ വയറിളകി പോകുന്നുണ്ട്, നല്ലപോലെ ക്ഷീണുണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. രണ്ടാമതായിട്ട്, കുട്ടിക്ക് ഉണ്ടാവുന്ന പനി ഒരു അസുഖത്തിന്റെ ലക്ഷണം മാത്രമാണ്, ഒരിക്കലും പനി ഒരു അസുഖമല്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിലാണ് ഇതുപോലെ പനിക്കാം. അപ്പൊ 1-2 ദിവസം ചെറിയ രീതിയിലെ പനിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2 ദിവസം കൊണ്ട് സബ്സൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. അല്ല, കണ്ടീഷൻ മറിച്ചാണ്, പനി കൂടി കൂടി വരികയാണ്, ഇൻഫെക്ഷൻസ് കൂടുന്ന സാഹചര്യമാണ്, അങ്ങനെയെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, അലർജി, അതായത് ഭക്ഷണം കൊണ്ടുള്ള അലർജി ആവാം, പൊടി, തണുപ്പ്, കാറ്റ് കൊണ്ടുള്ള അലർജികളൊക്കെ കുട്ടികൾക്ക് ചുമയും കഫക്കെട്ടും പനിയൊക്കെ വരുത്താറുണ്ട്. അപ്പൊ ഇത്തരം കണ്ടീഷൻസിൽ സ്ഥിരമായിട്ട് പൊടി അലർജിയാണ്, തണുപ്പ് അലർജിയാണ്, അതല്ല ചില ഭക്ഷണ അലർജി ഉണ്ടെങ്കിൽ അത് വൈകിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയാനുള്ളത്, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ജലദോഷവും ചുമയും. ഇത് സാധാരണ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണ്. 2-3 ദിവസം കൊണ്ട് സാധാരണഗതിയിൽ അത് സബ്സൈഡ് ചെയ്യാറുണ്ട്. അല്ല, ഇത് സബ്സൈഡ് ചെയ്യുന്നില്ല, കണ്ടീഷൻ വഷളായി വരികയാണ്, ചുമ കൂടുതലാണ്, ശ്വാസം മുട്ടലൊക്കെ പോലെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത്. പ്രധാനമായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് കുട്ടിന്റെ എനർജി, അതുപോലെ ഉറക്കം, അതുപോലെ ഭക്ഷണം കഴിക്കുന്നത്, മോഷൻ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആണോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ സംതിങ് ബിഹൈൻഡ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.